ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വൈനാണ് നമ്മുടെ ഗ്രേപ്പ് വൈൻ. അപ്പോൾ ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ പ്രോസസ്സൊന്നുമല്ല, വളരെ ചെറിയൊരു പ്രോസസ്സാണ്. കുറച്ച് ദിവസങ്ങൾ എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ വീട്ടമ്മമാർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വൈനൊക്കെ ഉണ്ടാക്കി എല്ലാവരും ക്രിസ്മസ് അടിപൊളിയായിട്ട് ആഘോഷിക്കുക. നമുക്ക് എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വൈനിലേക്ക് ചേർക്കാനായിട്ട് ഒരു കാരമൽ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഇപ്പോൾ വെള്ളം ചേർക്കേണ്ട, ഈ പഞ്ചസാര കളർ ചേഞ്ച് ആയി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മൾ വൈൻ റെഡിയാക്കിയിട്ട് 21ാമത്തെ ദിവസം അല്ലെങ്കിൽ 15ാമത്തെ ദിവസം ചെയ്യാവുന്നതാണ്. നിങ്ങൾ 15 ദിവസമാണ് വൈൻ കെട്ടിവെക്കുന്നതെന്നുണ്ടെങ്കിൽ 15ാമത്തെ ദിവസം ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ടാണ് വൈൻ എടുക്കുന്നത്. അപ്പോൾ 21ാമത്തെ ദിവസമാണ് ഇത് ചെയ്യുന്നത്. അതിലും കൂടുതൽ ദിവസം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. 41 ദിവസം വരെ വയ്ക്കാം വൈൻ. സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 15 ദിവസം, അല്ലെങ്കിൽ 21 ദിവസം, അല്ലെങ്കിൽ 41 ദിവസം, അങ്ങനെയാണ് നമ്മൾ വൈൻ കെട്ടി വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. സാധാരണ പഞ്ചസാര മെൽറ്റ് ചെയ്യുന്ന പോലെ തന്നെ പഞ്ചസാര ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുക. ഈ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പഞ്ചസാര മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ആ സിറപ്പ് ചൂട് മാറിയിട്ട് നമ്മുടെ വൈനിലേക്ക് ചേർക്കാവുന്നതാണ്. അത് വൈൻ അരിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കളർ മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയി തുടങ്ങുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കളർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വൈനിന് നല്ല കളർ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അത് കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. വൈൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതെ, കൊതി തോന്നുന്നത്. അപ്പോൾ ആ കൊതി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. നിങ്ങൾക്ക് വൈൻ്റെ ആ ഒരു ഉള്ള കളർ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു കളറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെള്ളം ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. ശ്രദ്ധിച്ച് നിൽക്കുക, നീങ്ങി നിൽക്കുക. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ വൈൻ ഇളക്കാനെടുത്ത അതേ സ്പാറ്റിൽ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇത് ആദ്യം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ വൈൻ തുറന്ന് വൈൻ അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വൈൻ അരിച്ചു കഴിയുമ്പോൾ ഈ ഒരു സിറപ്പിൻ്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ടാവും. കണ്ടോ, പഞ്ചസാര ചെറുതായിട്ട് കട്ടിയായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് കുറച്ച് പഞ്ചസാര അല്ലേ ഉള്ളൂ എന്നൊന്നും ചോദിക്കണ്ട. നമുക്ക് ഒരു ഭരണി വൈനിന് ഇത്രയും പഞ്ചസാര മതി കേട്ടോ. പഞ്ചസാര കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വൈൻ്റെ മധുരം കൂടും. വൈൻ്റെ മധുരം കൂടുന്നതനുസരിച്ച് നമ്മുടെ വൈൻ്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് മധുരം ചേർത്ത് വയ്ക്കരുത് വൈനിൽ. നമ്മൾ പാകത്തിന് മധുരം ചേർത്ത് വെച്ചിട്ടുണ്ട്, അത് മതി. അതിൻ്റെ കൂടെ ഈ പഞ്ചസാരയുടെ ഇതും കൂടെ ആകുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കും. പക്ഷേ കുറച്ച് ദിവസങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോൾ മധുരം കറക്റ്റ് ആയിക്കോളും. വൈനും പെർഫെക്റ്റ് ആയി വരുള്ളൂ എപ്പോഴും. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. പഞ്ചസാര മുഴുവൻ മെൽറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് വൈൻ തുറക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വൈൻ തുറക്കാം. നമ്മൾ വൈൻ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ 21 ദിവസത്തിൽ കൂടുതലായി. ഇനി നമുക്ക് ഈ തോർത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാ ഒന്നിടവിട്ട ദിവസങ്ങളിലും നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഒരു വുഡൻ സ്പാറ്റിൽ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വൈൻ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ നല്ല ഉണങ്ങിയ ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പാത്രം എടുത്ത് വയ്ക്കുക. നമ്മളൊരു അരിപ്പയും എടുത്ത് വയ്ക്കുക. അരിപ്പയിലേക്ക് കുറച്ചായിട്ട് എടുത്തിട്ട് കൊടുക്കണം. നമുക്ക് ഈ ഒരു മുന്തിരിയും നമ്മുടെ വൈനും എല്ലാം ചേർന്ന് ഒന്ന് ഇളക്കി എടുത്തിട്ട് അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ അരിപ്പ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോർത്തിലൂടെ അരിച്ചെടുക്കാം, കൈ ഉപയോഗിച്ച് അരിച്ചെടുക്കാം, സ്പൂൺ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. സ്പൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ കയ്യിലിട്ടോ. ഈ മുന്തിരി എല്ലാം ഉടഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ വൈൻ റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് മുന്തിരി ഒന്ന് കയ്യിലുപയോഗിച്ചോ ഉടച്ചെടുക്കാം. സ്റ്റീലിൻ്റെ അരിപ്പ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലതൊരു തോർത്താണ്. ഇത്രയും മതി. ഇത് നമുക്ക് ആദ്യം ഉടച്ചെടുത്തതിന് ശേഷം അടുത്തത് ബാച്ചായിട്ട് നമുക്ക് ഓരോ ബാച്ചായിട്ട് ഉടച്ചെടുക്കാം. നമ്മുടെ വലിയ അരിപ്പയാണെങ്കിൽ നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഒരുമിച്ച് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. ഇത് ചെറിയൊരു അരിപ്പ ആയതുകൊണ്ട് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കുറേ ഗ്രേപ്സ് ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്, കുറേ ഗ്രേപ്സ് ഉടയാതെ ഉണ്ട്. അപ്പോൾ നമുക്കിത്
കൈ ഉപയോഗിച്ച് ഉടയ്ക്കാം. അതായിരിക്കും ഏറ്റവും എളുപ്പം വരുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വൈൻ്റെ. നമ്മൾ കൈ കഴുകി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം, കൈ നല്ല ഡ്രൈ ആയതിനു ശേഷം വേണം ഇതുപോലെ വൈൻ അരിച്ചെടുക്കാൻ. കയ്യിൽ നനവുണ്ടെങ്കിൽ വൈൻ മോശമായി പോവും. നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്തെടുക്കുക. ഇത് കൈ ഉപയോഗിച്ച് ഉടയ്ക്കുന്നതിൽ നമ്മൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഉപയോഗിച്ച് ഉടച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ കൈ ഉപയോഗിച്ച് ഉടയ്ക്കുകയാണ് നമുക്ക് ഏറ്റവും എളുപ്പ വഴി. അല്ലെങ്കിൽ തോർത്തിൽ കെട്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പോലെ പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാനതെല്ലാം പിഴിഞ്ഞ് കഴിയുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവൻ അരിച്ചെടുക്കാം ഈ വൈൻ. അപ്പോൾ നമ്മൾ നമ്മുടെ വൈൻ മുഴുവൻ അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കളറുണ്ട്. അരിച്ചെടുത്ത ഗ്രേപ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീണ്ടും യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രേപ്സിലേക്ക് വീണ്ടും കുറച്ച് പഞ്ചസാര ചേർത്തിട്ട്, തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട്, കുറച്ച് പട്ട, ഒരു 4-5 പീസ് പട്ടയും കൂടി പൊടിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും ഭരണിയിലാക്കി കെട്ടി വെച്ചിട്ട് 21 ദിവസം ഇളക്കി കൊടുക്കേണ്ട. 21 ദിവസം അനക്കാതെ വയ്ക്കുക. അതിനുശേഷം പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത പോലെ തന്നെ. പക്ഷേ എന്താണ് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വൈനിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല ഇത് ഉപയോഗിച്ചിട്ട് കിട്ടുമ്പോൾ. അപ്പോൾ ആ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പെർഫെക്റ്റ് വൈൻ ആയിരിക്കില്ല. കുറച്ച് വൈനിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും പെർഫെക്റ്റ് വൈൻ എന്ന് പറയുന്നത് ഈ നമ്മൾ അരിച്ചെടുത്തിരിക്കുന്ന വൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിതിപ്പോൾ അത് കളയാൻ പോവാണ്. അപ്പോൾ ചിലർക്ക് ഇത്രയും കളയണ്ടല്ലോ, ഇനി അത് എന്താ ചെയ്യാൻ പറ്റാമെന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നമ്മൾ തുടച്ചു വെച്ചിരിക്കുന്ന ഭരണിയിലേക്ക് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചോ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചോ നമ്മുടെ ഭരണിയുടെ ചുറ്റും മേൽഭാഗം ഒന്ന് തുടച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വൈൻ്റെ ചെറിയ ഇതൊക്കെ ഉണ്ടാവും, ചെറിയ തരികളൊക്കെ ഉണ്ടാവും. മുന്തിരിയുടെ ഈസ്റ്റിൻ്റെ ഒക്കെ ചെറിയ തരികളുണ്ടാവും. അതൊന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന വൈൻ ആ ഭരണിയിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ ഞാൻ മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ പാത്രം ആയതുകൊണ്ട് മാറ്റുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാറ്റുന്നത് കാണിക്കുന്നില്ല, മാറ്റിയതിന് ശേഷം കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ വൈൻ മുഴുവൻ നമ്മളിതാ അരിച്ചതിന് ശേഷം ഭരണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭരണിയുടെ ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നത് മുഴുവൻ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ക്യാരമൽ ഉണ്ടല്ലോ, നമ്മൾ റെഡിയാക്കിയ ക്യാരമൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കളറാണ്. ഇത് നമുക്ക് ഈ വൈനിലേക്ക് ഒഴിക്കാം. ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് മധുരം ചേർക്കരുത്, ഒരുപാട് വെള്ളവും ചേർക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഭരണിയുടെ അടിഭാഗത്ത് മുട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ഭരണി അടച്ചു വയ്ക്കാൻ പോവാണ്. ഇത്രയും ദിവസം നമ്മൾ ഭരണി ഒരു തോർത്ത് ഉപയോഗിച്ച് അടച്ചിട്ട് ഭരണിയുടെ അടപ്പ് മുകളിൽ വെറുതെ വയ്ക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ നമ്മുടെ വൈൻ ഈ ഒരു ഷെയ്ഡിലാണല്ലോ, കുറച്ച് കലങ്ങിയ പോലെയാണ് ഇരിക്കുന്നത്, എല്ലാം ചേർന്ന് മിക്സായിട്ട്. അപ്പോൾ നമ്മൾ ഇനി തെളിഞ്ഞു വരാനായിട്ട് ഇത് എടുത്തു വയ്ക്കണം. ഒരു 5 മുതൽ 7 ദിവസം വരെ, മിനിമം 5 ദിവസമെങ്കിലും വയ്ക്കുക. കൂടി വന്നാൽ 7 ദിവസം വയ്ക്കുക. അതിൽ കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം ഭരണിയുടെ അടപ്പ് ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് അടച്ചു വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ ഭരണി ത്രെഡുള്ള ഭരണിയാണ്. അപ്പോൾ ത്രെഡുള്ള അടപ്പാകുമ്പോൾ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് തുറന്നെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലൊരു കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഭരണിയുടെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് തോർത്തുപയോഗിച്ച് വീണ്ടും അടച്ച് നമ്മൾ കെട്ടി വെച്ചിരുന്ന പോലെ തന്നെ കെട്ടി വയ്ക്കാം. ഒരു നല്ല തോർത്ത് ഉപയോഗിച്ചിട്ട് അടച്ച് കെട്ടി വയ്ക്കാം. അപ്പോൾ ഞാനിത് അടച്ച് കെട്ടി വയ്ക്കട്ടെ. ഇനി ഞാനിത് 7 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. 7 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കുപ്പിയിലാക്കുമ്പോൾ നമ്മളൊരു ട്യൂബ് വാങ്ങിക്കുക. ചെറിയൊരു ട്യൂബ് വാങ്ങിച്ചിട്ട് ആ ട്യൂബ് ഉപയോഗിച്ച് വേണം നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണിയുടെ അടിയിൽ നമ്മുടെ ഈ വൈൻ്റെ ആ ഒരു മട്ടൊക്കെ ഉണ്ടാവും, അത് അടിയിൽ തന്നെ ഇരുന്നോളും. കുപ്പിയിലേക്ക് തെളിഞ്ഞിട്ടുള്ള വൈൻ മാത്രമായിട്ട് കിട്ടും. അതിനാണ് നമ്മൾ ട്യൂബ് ഉപയോഗിച്ച് മാറ്റുന്നത്. അതപ്പോൾ നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമുക്ക് വൈൻ എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വൈൻ അടച്ച് കെട്ടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭരണിയുടെ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ വൈൻ ഉണ്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവണം. ഇതിപ്പോൾ ഒരു ഇത്രയും ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ ഭരണിയിൽ, അത്രയും ഗ്യാപ്പെങ്കിലും ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ വൈൻ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുപ്പിയിൽ അടച്ചു വെച്ചാലും ഭരണിയിൽ അടച്ചു വെച്ചാലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്യാസ് വരും. ഗ്യാസ് വരുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഗ്യാസ് ഫോം ചെയ്താലും അതിൽ ഫില്ല് ചെയ്യാൻ പാകത്തിനുള്ള
ആ ഒരു സ്പേസ് നമ്മൾ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണിയും പൊട്ടിപ്പോവില്ല, കുപ്പിയും പൊട്ടിപ്പോവില്ല. പിന്നെ ഉറുമ്പ് കയറാതെ ഇരുട്ടത്ത് സൂക്ഷിച്ചു വയ്ക്കുക. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടൊക്കെ ചെയ്യുമ്പോൾ ഭരണി അനങ്ങരുത്. നമ്മൾ ഒരു സൈഡിലേക്ക് കോർണറിലേക്ക് മാറ്റി വയ്ക്കുക. ഏതെങ്കിലും ഒരു കോർണറിൽ കബോർഡിൻ്റെ ഉള്ളിലോ കിച്ചണിലോ എവിടെയെങ്കിലും ചൂട് തട്ടാത്ത സ്ഥലത്തൊന്ന് മാറ്റി വയ്ക്കുക. ചൂടധികം വേണ്ട ഇനി വൈനിന്. അപ്പോൾ നമുക്കിനി ഇത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വൈൻ നമ്മളിന്ന് ബോട്ടിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഡാർക്ക് കളർ ബോട്ടിൽസ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ ബോട്ടിൽസ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെയുള്ള ബോട്ടിൽസിലേക്ക് മാറ്റുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ പോലെയുള്ള പ്ലെയിൻ ബോട്ടിൽസ് ഉണ്ടല്ലോ, ഗ്ലാസ് ബോട്ടിൽസ് തന്നെ എടുക്കുകയായിരിക്കും നല്ലത്. പക്ഷേ ഡാർക്ക് കളർ ബോട്ടിൽസിലാണ് വൈൻ സൂക്ഷിച്ചു വയ്ക്കാൻ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ അടയ്ക്കുന്നത് കോർക്ക് ഉപയോഗിച്ചാണെങ്കിൽ വളരെ നന്നായിരിക്കും. ത്രെഡുള്ള കുപ്പികളാണ്, അടപ്പിന് ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ത്രെഡുള്ള കുപ്പിയാണിത്, അടപ്പ് ത്രെഡാണ്. ഈ ഒരു 1/4 ഭാഗം വരെ നമ്മൾ വൈൻ എടുത്ത് വയ്ക്കുക. കോർക്കാണെങ്കിലും 1/4 ഭാഗം എടുക്കുള്ളൂ, പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് കുറച്ചെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അടച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈൻ്റെ പ്രഷർ കൊണ്ട്, ഗ്യാസിൻ്റെ പ്രഷർ കൊണ്ട് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കുപ്പി. അതുകൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. പിന്നെ വെളിച്ചത്ത് വെക്കരുത്, ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കുക. നമ്മളിപ്പോൾ കബോർഡ്സിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും നന്നായിരിക്കും. അതുപോലെ തന്നെ ഡാർക്ക് ബോട്ടിൽസ് സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. കഴുകി നന്നായിട്ട് ഉണങ്ങിയ ബോട്ടിലായിരിക്കണം, ഒട്ടും തന്നെ നനവുള്ള ബോട്ടിലായിരിക്കരുത്. ഇനി നമുക്കിത് ഒരു ട്യൂബ് ഉപയോഗിച്ച് നമ്മുടെ ഭരണിയിൽ നിന്ന് ഈ ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ട്യൂബ് ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ട്യൂബ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിൽ. ഇതുപോലത്തെ ട്യൂബ്സ് വാങ്ങിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭരണിയുടെ അടിഭാഗത്ത് നമ്മൾ അരിച്ചു വെച്ചിട്ട് തെളിയാത്ത ഭാഗം ഉണ്ടല്ലോ, അടിയിലിരിക്കുന്ന ഭാഗം പുറത്തേക്ക് വരാതെ നമുക്കിത് ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് വൈൻ തെളിഞ്ഞ വൈൻ മാത്രം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്യൂബ് 1 മീറ്ററൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാം. ഇനി നമുക്ക് വൈൻ പകർത്തിയതിന് ശേഷം കാണാം കേട്ടോ. ശരി. അപ്പോൾ നമ്മുടെ വൈൻ അടിയിൽ ഊറി വരുന്നത് അടിയിൽ തന്നെ സ്റ്റോർ ആവും ഇതുപോലത്തെ ട്യൂബ് ഉപയോഗിച്ചെടുക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ ഭരണി ചരിച്ചെടുക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് ചരിക്കുമ്പോൾ മുഴുവനായിട്ട് അനങ്ങി ആ ഊറലെല്ലാം പാത്രത്തിലേക്ക് മാറും. ഇതാവുമ്പോൾ നമുക്ക് തെളിഞ്ഞ വൈൻ മാത്രം ഊറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഭരണിയിൽ നിന്ന് മാറ്റിയിട്ട് കാണാം കേട്ടോ. ഇനി അപ്പോൾ നമ്മുടെ ഭരണിയുടെ കെട്ട കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തോർത്തൊന്ന് മാറ്റാം. നമ്മൾ ഇതുപോലെ സെക്യൂർ ആയിട്ടാണ് വെച്ചിരുന്നത്. ഇനി നമ്മൾ ത്രെഡ് ഇട്ടിട്ടാണല്ലോ അടച്ചത്, ഭരണിയുടെ അടപ്പ് ഉപയോഗിച്ചാണല്ലോ അടച്ചത്. ഇനി ആ ത്രെഡ് മാറ്റാം, പ്ലാസ്റ്റിക് കവർ മാറ്റാം. ത്രെഡിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്തിനാണ് ഈ പ്ലാസ്റ്റിക് കവർ ഇട്ടതെന്നുള്ളത്. ത്രെഡുള്ള ഭരണി ആയതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കവർ ഇട്ടത്. അപ്പോൾ നമ്മുടെ വൈൻ ദാ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റാം, നിങ്ങൾക്ക് കളറൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ബോട്ടിലാക്കുന്നുള്ളൂ. ആദ്യമേ ബോട്ടിലാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അപ്പോൾ കളർ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബോട്ടിലേക്ക് ആക്കാൻ പോകുന്നത്. വൈൻ പാത്രത്തിലേക്ക് വന്നു തുടങ്ങി. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ വൈൻ ഇത് ഫില്ലായി വരാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ട്യൂബ് വഴിയല്ലേ മാറ്റുന്നത്. അപ്പോൾ ട്യൂബ് ഭരണിയുടെ അടിഭാഗത്ത് മുട്ടാതെ പിടിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വൈൻ്റെ ആ തെളിഞ്ഞ പോർഷൻ അല്ലാതെ കലങ്ങിയ കളറിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ വൈൻ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇപ്പം നല്ല തെളിഞ്ഞ വൈനാണ് വരുന്നത്. നല്ലൊരു മണമുണ്ട് കേട്ടോ, വൈൻ്റെ നല്ല പവർഫുള്ളായിട്ടുള്ള മണമുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും വൈനാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് എന്നുള്ളത്. അത്രയും വേഗം സ്മെല്ല് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ വൈൻ അടിപൊളിയായിട്ട് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ കാരമലൈസ് ചെയ്ത് ചേർക്കാം. അപ്പോൾ മധുരം കൂടുതലായിരിക്കും. പിന്നെ മധുരം കൂടുന്തോറും വൈൻ്റെ വീര്യം കൂടും. അതുകൊണ്ട് മധുരം കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, ഇപ്പോൾ 1 ഇയർ 2 ഇയർ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും കളർ മതി. ആവശ്യത്തിന് കളർ ഉണ്ടത്. നമ്മൾ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ കളർ മനസ്സിലാവുക. അപ്പോൾ നമുക്കിത് മുഴുവൻ പകർത്തിയിട്ട് ഇനി ബോട്ടിലേക്ക് മാറ്റാം. ഇപ്പോൾ വൈൻ്റെ കളറൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വൈൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടാലോ. നമുക്ക് വൈൻ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ വൈൻ്റെ കളറും ഭംഗിയും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് വൈൻ റെഡി ആയി കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കാണുമ്പോൾ തന്നെ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നുണ്ടോ? മതിയാ. അപ്പോൾ നമ്മുടെ വൈൻ നമ്മൾ ബോട്ടിൽസിലേക്കും ഗ്ലാസ്സിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വൈൻ്റെ കളറ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വൈൻ ഉണ്ടാക്കി കുടിക്കുക.
ഈ വൈൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ല, അധികം ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വൈൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മുന്തിരിയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ മുന്തിരി വാങ്ങിക്കുക, ഉടനെ തന്നെ വൈൻ റെഡിയാക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത ഭരണിയിൽ, ഉപയോഗിക്കാത്ത മീൻസ് നമ്മുടെ അച്ചാറും ഇടാൻ ഉപയോഗിക്കാത്ത ഭരണിയിൽ മാത്രം വൈൻ ഉണ്ടാക്കുക. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നനവില്ലാത്ത ഭരണി ആയിരിക്കണം, നനവില്ലാത്ത കുപ്പി ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വൈൻ ഉണ്ടാക്കിയെടുക്കാം. മാസങ്ങളോ വർഷങ്ങളോ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.